അമേരിക്കൻ താരിഫിൽ തകർന്ന് ആഗോള വിപണികൾ, ഇന്ത്യയ്ക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടോ? താരതമ്യേന നികുതി കുറവാണെന്നതും ഐ.ടി., ഫാർമ സെക്ടറുകളെ തീരുവയിൽ നിന്നും ഒഴിവാക്കിയതും ഇന്ത്യക്കും തീരുവ ഭാരം ഉൾക്കൊണ്ട് കഴിഞ്ഞ ഇന്ത്യൻ വിപണിക്കും അനുകൂലമാണ്. അമേരിക്കയുടെ മഹത്വം തിരികെ പിടിക്കാനെന്ന മുദ്രാവാക്യം മുൻനിർത്തി വ്യാവസായിക ഉത്പാദനം തിരിച്ച് അമേരിക്കയിലേക്ക് തിരികെ എത്തിക്കാനായി ട്രംപ് ഇറക്കുമതി തീരുവ വർധന നടപ്പാക്കിയത് ഇന്ന് ലോക വിപണിക്ക് തിരുത്തൽ നൽകി. അമേരിക്കൻ വിപണി അവസാനിച്ചതിന് ശേഷം നടത്തിയ പ്രഖ്യാപനത്തിൽ ഡൊണാൾഡ് ട്രംപ് മറ്റു രാജ്യങ്ങൾ അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് ചുമത്തുന്ന ഇറക്കുമതി ചുങ്കത്തിന്റെ നേർപകുതിയിലേക്ക് അതാത് രാജ്യങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കവും ഉയർത്തി. വിദേശ കറൻസി വേണോ? വീട്ടിലിരുന്നാൽ മതി. ഫോറക്സ് വേഗമെത്തിക്കുന്ന എക്സ്ട്രാവൽ മണിക്ക് 10 വയസ്സ്. അമേരിക്കൻ ഉത്പന്നങ്ങൾക്ക് ശരാശരി 52% ഇറക്കുമതി ചുങ്കമുള്ള ഇന്ത്യയുടെ ഉത്പന്നങ്ങൾക്ക് അമേരിക്ക 26% ഇറക്കുമതി ചുങ്കം ഏർപ്പെടുത്തി. അതേസമയം ചൈനയ്ക്ക് 34%, വിയറ്റ്നാമിന് 46%, തായ്ലാന്റിന് 36%, ബംഗ്ലാദേശിന് 37% തീരുവ ഏർപ്പെടുത്തിയത് ഇന്ത്യക്ക് വളരെ അനുകൂലമാണെന്ന് കരുതാം. ജപ്പാനും സൗത്ത് കൊറിയയ്ക്കും 24%, 25% വീതം തീരുവ ഏർപ്പെടുത്തിയപ്പോൾ ബ്രസീലിനും യൂറോപ്യൻ യൂണിയനും 10% വീതമാണ് അമേരിക്കൻ തീരുവകൾ. രക്ഷപ്പെട്ട് ഫാർമ. ജീവൻരക്ഷാമരുന്നുകളെ അധിക ഇറക്കുമതി തീരുവയിൽ നിന്നും ട്രംപ് തൽക്കാലം ഒഴിവാക്കിയത് ഇന്ത്യൻ ഫാർമ സെക്ടറിന് ആശ്വാസമുന്നേറ്റം നൽകി. നിഫ്റ്റി ഫാർമ സൂചിക 2.25% നേട്ടത്തിൽ 21,423 പോയിന്റിലാണ് ക്ലോസ് ചെയ്തത്. ലുപിൻ 4%, സൺ ഫാർമയും സിപ്ലയും മാർക്സിൻസും 3% വീതവും നേട്ടത്തിൽ ഇന്ന് വ്യാപാരം അവസാനിപ്പിച്ചു. ഓട്ടോ താരിഫ് 25% തന്നെ. കഴിഞ്ഞ മാസത്തിൽ തന്നെ ഉറപ്പിച്ച 25% ഓട്ടോ തീരുവ നിലനിൽക്കുന്നത് ഓട്ടോ ഓഹരികൾക്ക് ക്ഷീണം തുടർന്നു. ജെഎൽആറിന്റെ മികച്ച വിപണിയാണ് അമേരിക്കയെന്നത് ഇന്നും ടാറ്റ മോട്ടോഴ്സിന് 2%-ൽ കൂടുതൽ വീഴ്ച നൽകി. അമേരിക്കൻ വിപണി വിഹിതം കൈയാളുന്ന ഓട്ടോ ഘടക നിർമ്മാണ ഓഹരികളായ സംവർധന മദേഴ്സണും സോന ബിഎൽഡബ്ല്യുവും നഷ്ടം രേഖപ്പെടുത്തി. താരിഫിൽ നിന്നും ഒഴിവാക്കിയവ: സെമി കണ്ടക്ടർ, ഫാർമ, കോപ്പർ, തടി മുതലായവയും ഓയിൽ, ഗ്യാസ്, കൽക്കരി തുടങ്ങിയ ഊർജ്ജ ഉത്പന്നങ്ങളും ട്രംപിന്റെ പ്രതികാര തീരുവയിൽ നിന്നും രക്ഷപ്പെട്ടു. കൂടാതെ സ്വർണവും വെള്ളിയും ഒഴിവാക്കിയിട്ടുണ്ട്. കൂടുതൽ ഉൽപ്പന്നങ്ങൾ വീണ്ടും താരിഫ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കപ്പെട്ടേക്കാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു. ഇന്ത്യ നേട്ടമുണ്ടാക്കും. ഇന്ത്യക്ക് താരതമ്യേന നികുതി കുറവാണെന്നതും ഐ.ടി., ഫാർമ സെക്ടറുകളെ തൽക്കാലം തീരുവയിൽ നിന്നും ഒഴിവാക്കിയതും ഇന്ത്യക്കും തീരുവ ഭാരം ഉൾക്കൊണ്ട് കഴിഞ്ഞ ഇന്ത്യൻ വിപണിക്കും അനുകൂലമാണ്. ഇന്ത്യ അമേരിക്കയുമായി വ്യാപാരക്കരാറിലെത്തുന്ന ആദ്യ രാജ്യങ്ങളിലൊന്നായി തീരുന്നതിനുള്ള സാധ്യത ഇന്ത്യൻ വിപണിക്ക് പ്രതീക്ഷ നൽകുന്നു. ഇന്ത്യ അമേരിക്ക വ്യാപാര ചർച്ചയുടെ തീരുമാനങ്ങൾ വരും ദിനങ്ങളിൽ പ്രഖ്യാപിച്ചു തുടങ്ങുന്നത് മറ്റ് രാഷ്ട്രങ്ങളുമായും അമേരിക്കക്ക് ചർച്ചവേദി തുറന്നിട്ടുകൊടുക്കും. അമേരിക്കൻ താരിഫിനെതിരെ പ്രതികാര താരിഫുമായി ഇറങ്ങുന്ന രാജ്യങ്ങൾക്ക് കൂടുതൽ പ്രഹരമേകുമെന്ന സൂചനയും ട്രംപ് നൽകിക്കഴിഞ്ഞു. ഇന്ന് വീഴ്ചയോടെ തുടങ്ങി ഇന്ത്യൻ വിപണിയും. അമേരിക്കൻ താരിഫുകൾ ഏഷ്യൻ വിപണികൾക്കും തുടർന്ന് യൂറോപ്യൻ വിപണികൾക്കും വലിയ ആഘാതമേൽപ്പിച്ചു. ഏഷ്യൻ വിപണികളിൽ 2.73% വീണ ജാപ്പനീസ് വിപണിയാണ് ഏറ്റവും കൂടുതൽ നഷ്ടം കുറിച്ചത്. എന്നാൽ ഐ.ടി. സെക്ടറിന്റെ വൻ വീഴ്ചയെ ഫാർമ, ബാങ്കിങ് മേഖലകളുടെ പിൻബലത്തിൽ മറികടന്ന് ഇന്ത്യൻ വിപണി നഷ്ടവ്യാപ്തി കുറച്ചു. നിഫ്റ്റി 82 പോയിന്റ് നഷ്ടത്തിൽ 23,250 പോയിന്റിലും, സെൻസെക്സ് 322 പോയിന്റ് നഷ്ടമാക്കി 76,295 പോയിന്റിലും വ്യാപാരം അവസാനിപ്പിച്ചു. അമേരിക്കൻ വിപണി സമ്മർദ്ദത്തിൽ നാളെ ഇന്ത്യൻ വിപണി വീണ്ടും നഷ്ടത്തിൽ വ്യാപാരം ആരംഭിച്ചാൽ അവസരമായി കണക്കാക്കാം. അമേരിക്കൻ വിപണി ഇന്ന്. അമേരിക്കൻ ഫ്യൂച്ചറുകളുടെ വൻനഷ്ടത്തിലുള്ള വ്യാപാരം സൂചിപ്പിക്കുന്നത് ഇന്ന് അമേരിക്കൻ വിപണിയുടെ വൻതകർച്ച തന്നെയാണ്. യു.എസ്. ടെക് 100 ഫ്യൂച്ചറും യു.എസ്. 500 ഫ്യൂച്ചറും 3%-ൽ കൂടുതൽ നഷ്ടത്തിലാണ് തുടരുന്നത്. അമേരിക്കൻ വിപണി ആദ്യത്തെ തകർച്ചയ്ക്ക് ശേഷം തിരിച്ചുവരവ് നടത്തിയേക്കാവുന്നത് പ്രതീക്ഷയാണ്. അല്ലാത്ത പക്ഷം ഏഷ്യൻ വിപണികളും ഇന്ത്യൻ ഐ.ടിയും നാളെയും വിൽപ്പന സമ്മർദ്ദം നേരിട്ടേക്കാം. തകർന്ന് ഇന്ത്യൻ ഐ.ടി. ഇന്ത്യൻ ഐ.ടി. സെക്ടറിന്റെ 4.21% വീഴ്ചയാണ് ഇന്ത്യൻ വിപണിക്ക് തിരിച്ചുവരവ് നിഷേധിച്ചത്. ഇൻഫോസിസ്, ടി.സി.എസ്., എച്ച്.സി.എൽ ടെക് മഹിന്ദ്ര, എംസിസ് മുതലായ ഇന്ത്യൻ ഐ.ടി. ഭീമന്മാരെല്ലാം ഇന്ന് 3%-ൽ കൂടുതൽ നഷ്ടം രേഖപ്പെടുത്തി. നാളെയും ഇന്ത്യൻ ഐ.ടി. വീണാൽ 4ാം പാദ ഫലപ്രഖ്യാപനം മുൻനിർത്തി താത്കാലിക അവസരമായി കണക്കാക്കാം. ട്രംപിന്റെ തീരുമാനങ്ങൾ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയെ സാരമായി ബാധിക്കുമെന്ന സൂചന അമേരിക്കൻ ഓർഡറുകളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഇന്ത്യൻ ഐ.ടി. സെക്ടറിന് ബാധകമാണ്. സ്വർണം. ട്രംപിന്റെ തീരുവ പ്രഖ്യാപനങ്ങൾക്കൊപ്പം വീണ്ടും റെക്കോർഡ് ഉയരം കുറിച്ച രാജ്യാന്തര സ്വർണവില ഏഷ്യൻ വിപണി സമയത്ത് 1% വീണു.
രാജ്യാന്തര സ്വർണ്ണ അവധി 3133 വ്യാപാരം തുടരുന്നത്. വെള്ളിയാഴ്ച വരുന്ന PCE ഡേറ്റയും ഫെഡ് ചെയർമാന്റെ പ്രസംഗവും ഡോളറിനെയും സ്വർണത്തെയും സ്വാധീനിക്കും. ക്രൂഡ് ഓയിൽ വീണു. ക്രൂഡ് ഓയിൽ വില ഇന്ന് ഏഷ്യൻ വിപണി സമയത്ത് 4%-ൽ കൂടുതൽ നഷ്ടമാണ് കുറിച്ചത്. ഒപെക് യോഗദിനത്തിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ $71 വീണ്ടും ഇറങ്ങി. രൂപ മുന്നേറുന്നു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ഏറ്റവും മികച്ച നിലയിലേക്ക് മുന്നേറി. ഡോളറിനെതിരെ 85 രൂപ 17 നിരക്കിലാണ് തുടരുന്നത്. ഡോളർ വീഴ്ച തുടർന്നേക്കാവുന്നതും രൂപയ്ക്ക് പ്രതീക്ഷയാണ്. ക്രൂഡ് ഓയിൽ വീഴുന്നതും രൂപ മുന്നേറുന്നതും ഇന്ത്യൻ വിപണിക്ക് അനുകൂലമാണ്. വാട്സാപ്പ് 860 കോടി 66,66,000